ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. സ്കൂൾസ് ഓഫ് സൈക്കോളജിയിലെ പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1ന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് കടക്കാം. അഞ്ചാമതായിട്ട് നമ്മൾ നോക്കുന്നതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ വൈജ്ഞാനിക മനഃശാസ്ത്രം എന്ന് പറഞ്ഞത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഹേവിയറിസ്റ്റ് സൈക്കോളജി അല്ലെങ്കിൽ വ്യവഹാരവാദത്തോട് എതിരെ വന്നൊരു ചിന്താധാരയാണ് വൈജ്ഞാനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അൾഡ്രിക് നെയ്സർ ആണ് ആദ്യമായിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന വേർഡ് യൂസ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് അറിയപ്പെടുന്നത്. ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളാണ് കോഗ്നിറ്റീവ് സൈക്കോളജി പഠന വിധേയമാക്കുന്നത് എന്നുകൂടി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചിന്ത, ഓർമ്മ, സർഗാത്മകത, ഉൾക്കാഴ്ച, ആശയ രൂപീകരണ ഘട്ടങ്ങൾ, പ്രശ്നപരിഹരണ ശേഷികൾ, ഭാഷാപരമായ വികാസം, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കഴിവ് തുടങ്ങിയവയാണ് വൈജ്ഞാനിക മനഃശാസ്ത്രം പഠന വിധേയമാക്കുന്നത്. അതായത് മനുഷ്യൻ വിവരങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു, അതെങ്ങനെ മനസ്സിലാക്കുന്നു, അതെങ്ങനെ ചിന്തിക്കുന്നു, ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ് വൈജ്ഞാനിക മനഃശാസ്ത്രം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. പിയാഷെ, ബ്രൂണർ, ടോൾമാൻ ഈ 3 പേരായിരുന്നു പ്രധാനമായിട്ടും കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ പ്രചാരകർ എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സ് തൻ്റെ ചുറ്റുപാടിൽ നിന്നും അനുഭവങ്ങളെ അല്ലെങ്കിൽ അറിവിനെ സ്വീകരിക്കുക മാത്രമല്ല, നിലവിലുള്ള അറിവിനെ ഘടനയുമായി താരതമ്യപ്പെടുത്തുകയും സാമ്യതകളെയും വ്യത്യാസങ്ങളെയും ഉൾക്കൊള്ളുകയും പഴയ ഘടന പരിഷ്കരിച്ച് വിപുലീകരിക്കുകയും ചെയ്യുന്നു. ചോദക പ്രതികരണ ബന്ധത്തെ നിഷേധിക്കാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു എന്ന മാനസിക പ്രവർത്തനങ്ങളാണ് വൈജ്ഞാനിക മനഃശാസ്ത്ര പ്രധാന വിഷയം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യ മനസ്സ് വിവരങ്ങൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതാണ് വൈജ്ഞാനിക മനഃശാസ്ത്രം, കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ അടുത്തതായിട്ട് വരുന്നതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. മാനസികവാദത്തിനും വ്യവഹാരവാദത്തിനുമുള്ള പ്രതികരണമായിട്ട് റിയാക്ഷനായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, മാനവികതാവാദം എന്ന് പറയുന്നത്. മാനവികതാവാദത്തിലെ പ്രധാന ആശയങ്ങളാണ് ഓരോ വ്യക്തിക്കും വളരാനും വികസിക്കാനും കഴിവുണ്ട്, മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛാശക്തിക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് വെച്ചാൽ ഫ്രീ വില്ല്, വ്യക്തിപരമായ അനുഭവങ്ങൾക്കും വികാരങ്ങൾക്കും വില നൽകുന്നു, സ്വയം സാക്ഷാത്കാരം സെൽഫ് ആക്ച്വലൈസേഷൻ മനുഷ്യ ജീവിതത്തിന്റെ പരമലക്ഷ്യമായിട്ട് കാണുന്നു, മനുഷ്യന്റെ നല്ല ഗുണങ്ങളിലും സാധ്യതകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആദ്യകാലത്തുള്ള ചിന്താധാരകൾ പ്രധാനമായിട്ട് ഫോക്കസ് കൊടുത്തിരുന്നത് അസാധാരണമായ മനുഷ്യ സ്വഭാവത്തിനെ പറ്റിയിട്ടായിരുന്നു. മാനവിക മനഃശാസ്ത്രം ആളുകളെ അവരുടെ കഴിവുകൾ നേടുന്നതിനും നിറവേറ്റുന്നതിനും സഹായിക്കുന്നതിലാണ് ഊന്നിയിട്ടുള്ളത്. കാൾ റോജേഴ്സ് ആൻഡ് എബ്രഹാം മാസ്ലോ ഇവരാണ് മാനവികതാവാദത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ്. മാസ്ലോ തന്റെ ഹൈറാർക്കി ഓഫ് നീഡ് സിദ്ധാന്തത്തിനും റോഗേഴ്സ് പേഴ്സൺ സെന്റേർഡ് തെറാപ്പിക്കും പ്രശസ്തരാണ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഇന്ന് വളരെയധികം പോപ്പുലർ ആണ്. പോസിറ്റീവ് സൈക്കോളജി ഉൾപ്പെടെയുള്ള മനഃശാസ്ത്രത്തിന്റെ മറ്റ് മേഖലകളിൽ കാര്യമായ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട്. മനഃശാസ്ത്രത്തിന്റെ ഈ പ്രത്യേക ശാഖ സന്തുഷ്ടവും കൂടുതൽ സംതൃപ്തവുമായ ജീവിതം നയിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിൽ കേന്ദ്രീകരിക്കുന്നു. ഒറ്റ വരിയിൽ ഒന്നുകൂടി സിമ്പിളാക്കിയിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യൻ തന്റെ കഴിവുകളെ പരമാവധി വികസിപ്പിച്ച് സ്വയം പൂർണ്ണത കൈവരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എന്ന ആശയമാണ് മാനവിക സമീപനത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. ഇത്രയാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്നത്. സ്കൂൾസ് ഓഫ് സൈക്കോളജിയിലെ അവസാന ഭാഗമാണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, മാനസിക വിശകലന സിദ്ധാന്തം. മനുഷ്യന്റെ പെരുമാറ്റത്തെ പ്രധാനമായും അബോധ മനസ്സിലെ ആഗ്രഹങ്ങളും സംഘർഷങ്ങളും നിർണ്ണയിക്കുന്നു എന്നതാണ് മാനസിക വിശകലന സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ആശയം. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് അബോധ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സംഘർഷങ്ങളുമാണ്. മനുഷ്യ മനസ്സ് 3 ഘടകങ്ങളാൽ നിർമ്മിതമാണെന്ന് ഫ്രോയിഡ് വിശദീകരിച്ചു. ഇഡ്, പ്ലഷർ പ്രിൻസിപ്പിൾ, ഈഗോ, റിയാലിറ്റി പ്രിൻസിപ്പിൾ, സൂപ്പർ ഈഗോ, മോറൽ പ്രിൻസിപ്പിൾ. ഈ 3 മൂലകങ്ങളുടെ ഇടപെടലാണ് എല്ലാ സങ്കീർണമായ മനുഷ്യ സ്വഭാവങ്ങളിലേക്കും നയിക്കുന്നതെന്ന് ഫ്രോയിഡ് വിശദീകരിച്ചു. കൂടാതെ വ്യക്തിത്വ വികസനത്തിൽ ലൈംഗികതയുടെയും കുട്ടിക്കാലത്തെ അനുഭവങ്ങളുടെയും പ്രാധാന്യത്തിനും ഫ്രോയിഡ് ഊന്നൽ നൽകി. ഈ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിന്റെ മറ്റ് ചിന്തകർ എന്ന് പറയുന്നത് അന്ന ഫ്രോയിഡ്, കാൾ യൂങ് ആൻഡ് എറിക് എറിക്സൺ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന പോർഷൻസിൽ വരുന്നത്. സോ ഇതോടുകൂടി സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന ടോപ്പിക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.